ഹായ്. ഇപ്പൊ 2 ദിവസം കൊണ്ട് കാസർഗോഡത്തെ ഒരു കുഞ്ഞുമംഗലമാണ് നമ്മൾ പറഞ്ഞത്. 7 മാസത്തെ ചടങ്ങിന്റെ വീഡിയോ എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു. നല്ല നല്ല അഭിപ്രായങ്ങൾ കമന്റായിട്ട് വന്നിട്ടുണ്ട്. ഇൻസ്റ്റയിൽ ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ഞങ്ങളെ ചുറ്റിനുള്ളവർ പറഞ്ഞു ആദ്യമായിട്ടൊരു ചിന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറെ ഇത് സ്കൂളിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു ഒരുപാട് പക്ഷെ അവിടെ ആ പലഹാരങ്ങളെല്ലാം അവിടെ തന്നെ തീർന്നു എന്നുള്ളതാണ് സത്യം. ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും പറ്റിയില്ല. ഒരുപാട് പേര് പലഹാരം ചോദിച്ചു. അപ്പൊ അടുത്ത ചടങ്ങിന് പോയിട്ട് പലഹാരം കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സ്ഥിരം കമന്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് സ്നേഹം. സ്ഥിരം വന്ന് കമന്റ് ചെയ്യാൻ ചിലർ പറഞ്ഞു എടി ഞാൻ വീഡിയോ എല്ലാം കാണുകൂടി കമന്റ് ചെയ്യാനാണ് എനിക്ക് അറിഞ്ഞോടി കമന്റ് ലൈക്ക് ചെയ്യണം. പക്ഷെ എന്നാലും ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. പിന്നെ കാസർഗോഡ് നിന്ന് തിരിച്ചു വരുന്നത് കഴിഞ്ഞ വർഷം കുറേ വർഷങ്ങളായി തിരിച്ചു വരുന്നപ്പോ ഞാൻ അങ്ങോട്ടുള്ള സന്തോഷം ഞാൻ കരഞ്ഞു വിളിച്ചാണ് വരാറ്. പക്ഷെ ഇപ്രാവശ്യം എനിക്കൊരു പേര് ഞാൻ കരഞ്ഞത് ഇതെന്നാലും വീഡിയോയിൽ വന്ന് എല്ലാവരും കാണൂലേ ഞാൻ കരഞ്ഞത്. അതുകൊണ്ട് ഞാൻ തിരിച്ചു വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടെ നിന്ന് ജസ്റ്റ് പൊട്ടില്ല എന്നുള്ള കാര്യത്തിന് എങ്ങനെയും വണ്ടി കയറി എടുക്കാൻ തോന്നിയില്ല. മൂടേ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാല്. പക്ഷെ കാസർഗോഡ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു വികാരമായിട്ടുള്ള ഒരു നാടാണ്. ഞങ്ങൾക്ക് അവിടെ എന്ത് ബന്ധം എന്നോ ചോദിക്കുന്നവരുണ്ട്. അവിടെ ആരാണ് എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിനൊന്നും ഒരു മറുപടി ഇല്ല. പക്ഷെ കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തോ എനിക്ക് അറിഞ്ഞൂടാ അത് എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ വീഡിയോ നിങ്ങളെല്ലാം സ്വീകരിച്ചത് ഒരുപാട് സന്തോഷം. അതിന്റെ കുറച്ച് പാട്ട് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇടാം. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിട്ട് എങ്ങനെയുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ആർക്കും വെച്ച് ഉല്ലസിച്ച് പോകുമ്പോൾ ഞങ്ങള് ഇതുവരെയും ചിരിച്ചുകൊണ്ട് വന്നിട്ട് ഒരിക്കൽ ചിരിച്ചുകൊണ്ട് വന്നേ. അതെന്ന് പറയുമ്പോൾ അവിടുത്തെ ഞങ്ങളെ സനൂട്ടനും നിമ്മിക്കുട്ടി ഞങ്ങളെ കൂടെ വന്നു. അവര് ഞങ്ങളുടെ ഒരാഴ്ച ഇവിടെ നിൽക്കാൻ വന്നപ്പോൾ അന്ന് ഞങ്ങൾ ചിരിച്ച് ബഹളം വെച്ച് വന്നു. അവരും കൂടി ഉണ്ടല്ലോ. പക്ഷെ അല്ലാണ്ട് ഞങ്ങൾ ഇതുവരെയും അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഭയങ്കര ഒരു ബേജാറാണ്. അപ്പൊ ഞാൻ ആ ഒരു കുറച്ച് പോഷൻ ഞാൻ ഇവിടെ ഇടാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. പോകാതെ അവസാനം നിങ്ങളെ ഇറങ്ങാനുള്ള കലാശം കാണണം. അല്ല അവർക്കറിയില്ല പലഹാരങ്ങൾ ഇങ്ങനെ ഇനി കൊടുക്കാറുണ്ട് പലഹാരങ്ങൾ. അതിന്റെ കവർ ചെയ്തോരെ മാറ്റി ചിക്കൊന്നും ഇല്ല ഇവിടെ. നീ കയ്യോട്ടറ കുട്ടി വാ മുത്ത വാ പൊന്നെ വാ. സ്റ്റേഷൻ സങ്കടത്താല് വാക്കുകൾ വരുന്നില്ല. റെയിൽവേ സ്റ്റേഷനിലെത്തി സങ്കടത്തിൽ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഇനിയിപ്പോ നേരെ തിരുവനന്തപുരത്ത് പോണം. മൈക്കെല്ലാം ഉണ്ടാന്ന് നിങ്ങൾക്ക്. നിങ്ങൾ വലിയ യൂട്യൂബറാന്ന്. ഇത് അനീഷ്, ഇത് ദീച്ചു. ഇത് കാസർഗോഡ് നിന്ന് നമുക്ക് കിട്ടിയ 2 തിഥികളാണ്. സനുവിന്റെ കരളും കൂമ്പുമാണ് ഇവര് രണ്ടുപേരും. ഇനി ഒരു ചങ്കുണ്ട്, ഒരു തൊട്ടാവടി ചങ്കുണ്ട്. തലേ ദിവസം നീയും രഞ്ജുവും കൂടെയാണ് ശശിയേട്ടൻ അവിടെ വരുന്നത്. പറഞ്ഞിട്ട് പോയിരുന്നു. പിറ്റേന്ന് നമ്മളെല്ലാരും കിടന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ. അന്ന് നീ എൻഗേജ്മെന്റിൽ അന്ന് വന്നു. എത്ര വർഷമായി? അല്ലല്ല കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 7-8 വർഷമായില്ലേ? 8 വർഷം വരെ. ഇപ്പൊ 10 വർഷം എങ്ങനെയാവും? അപ്പൊ അത്ര വർഷമായി. ഒരു 10 വർഷത്തോളമായി ഇവിടെ വന്ന് തുടങ്ങി. 2-3 പ്രാവശ്യം വന്നതിന് ശേഷമാണ് അവന്മാരെ കിട്ടുന്നത്. പക്ഷെ അന്നോട്ട് ഇന്നുവരെ ഏമാര് എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നെങ്കിലും അമ്മയെ പോലെ സ്നേഹം അന്നും ഒന്നും കാണിക്കുന്നുണ്ട്.
കുറച്ചും കൂടി പോയതൊന്നും നല്ല സ്നേഹമുണ്ട്. പിന്നെ അങ്ങനെ യാത്ര അയക്കാൻ വേണ്ടി ഇടം വരെ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോ 24-ാം തീയതി വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ ഇരിക്കുന്നത്. ഒരു മോളെ ബർത്ത്ഡേ ഉണ്ട്, മോളെ ബർത്ത്ഡേ കൂടാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം നടക്കട്ടെ. എന്തെങ്കിലും ആഘോഷിക്കുന്നെങ്കിൽ കൂടും. എങ്ങനെയാ ആഘോഷിക്കും? ഡോണിന്റെ മോളെ ബർത്ത്ഡേ ആഘോഷിക്കാതിരിക്കുക. ഡോണിനെ വിശ്വസിക്കാൻ കഴിയില്ല. രാവിലെ എങ്ങനെ എത്തിയാലും ഇറങ്ങി വരും. അല്ല, ഇറങ്ങി വന്നല്ലേ ശശിയേട്ടനെ കഥക് തുറക്കൂല പറഞ്ഞു. വീട്ടിൽ കയറ്റില്ല പറഞ്ഞു. എനിക്ക് വീട്ടിൽ കയറ്റില്ല. 3 ദിവസം പോയത് അറിഞ്ഞില്ല. 3 ദിവസം അപ്പേനെ പോയി. ഇത് തിരിച്ചുള്ള യാത്ര.